വെക്കേഷനൊക്കെ ആയിട്ട് ആകെ അങ്ങ് ബോറടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മച്ചാൻ അലക്സ് പറയുന്നത് വായ ഒന്ന് കറങ്ങി വരാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്രണ്ട് സീറ്റ് തന്നെ അങ്ങ് പിടിച്ച്. അപ്പോഴാണ് അവൻ പറയുന്നത് ഒരാൾ കൂടി കയറാനുണ്ടെന്ന്. എന്നാൽ പിന്നെ വരാനുള്ളവരൊക്കെ ഒന്ന് പെട്ടെന്ന് വായുമെന്ന് ഞാനും. ഇത് ഈ വരുന്നതാണ് നമ്മുടെ വിനിച്ചേട്ട്. അപ്പോൾ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് അങ്ങനെ പോയിക്കുമല്ലേ. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, ഇതിപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ചോദിച്ചിട്ടാണെങ്കിൽ ആകെ ഒരു അനക്കമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ മച്ചാന് കുറച്ച് കാർ ഡീലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മളെയും കൂട്ടിയതാ. അങ്ങനെ സ്ഥലമൊക്കെ എത്തി. വീടൊക്കെ കൊള്ളാമല്ലോ. ഇനി നമ്മൾ വന്ന വണ്ടി വിട്ടിട്ടില്ലേ, നമ്മൾ ഈ ബ്ലൂ വെക്ട്രയിലാണ് തിരിച്ചു പോകാൻ പോകുന്നത്. അങ്ങനെ ഓയിലൊക്കെ ഒന്ന് ചെക്കാക്കിയിട്ടേ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ പിന്നെ സ്ക്വയറൊക്കെ ഒന്ന് കറങ്ങി പോയാലോ എന്ന് ഞാനും. പിന്നെ തിരക്കില്ലാത്ത എങ്ങോട്ടേലൊക്കെ പോയി വരാനൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി. ഇവിടുത്തെ റൗണ്ട് ഓട്ടെ കുറച്ച് വള്ളിയാണ്, കുറച്ചല്ല കുറച്ചധികം വള്ളിയാണ്. ഇവിടുത്തെ മഴയ്ക്കൊക്കെ ആണെങ്കിലും വയ്യ തീരെ, ഒന്ന് പെയ്യടേ. ഇതൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തി. ഇത് പിന്നെ മിക്കപ്പോഴും വരുന്ന സ്പോട്ടാണ്. അത്ര വ്യൂ ഒക്കെ നൈസില്ലേ. തിരിച്ചെന്നാൽ പിന്നെ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞ് താക്കോലൊക്കെ ഇങ്ങനെ നൈസായിട്ട് തൂക്കി. നമ്മളൊക്കെ ഓട്ടോ എന്തസിസ്റ്റാണേ. അപ്പോഴാണ് മഴയൊക്കെ ആയതുകൊണ്ട് ബിനിച്ചേട്ടനൊരു ബിയർ അടിക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത കടയിൽ തന്നെ അങ്ങ് ചവിട്ടി. ഇനി വേറെ സ്റ്റോപ്പൊന്നുമില്ല, ഇനി നേരെ വീട്ടിലോട്ടാണ്. അങ്ങനെ കാറൊക്കെ പാർക്കാക്കി വീഡിയോ നിർത്താമെന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ ഗ്യാരേജിൽ കാര്യമായിട്ടെന്തോ പരിപാടി. എന്നാൽ പിന്നെ അതും കൂടി കാണിച്ചിട്ട് അങ്ങ് നിർത്താമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പീസ് ഔട്ട്.